ആ പൊടി നമുക്ക് നല്ല ഒരു വളമാണ്. ഇത് നല്ലൊരു വളമാണ്. ഇത് നമ്മൾ അടിച്ചു വാരിയിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ല ഇതാണ്. ഇത് കണ്ട ഇത് കണ്ടില്ലേ കണ്ട പായൽ. ഇത് നല്ലൊരു വളമാണ്. ഇത് നമ്മൾ അടിച്ചു വാരിയിട്ട് പച്ചക്കറി നടാൻ ഇതിൻ്റെ അകത്ത് നടാൻ ബെസ്റ്റാണ്. അതിനാണ് നിങ്ങൾ ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്ത് കാണിച്ചു വേണം. കണ്ടില്ലേ ഇതൊരു പായൽ പോകുന്നില്ല. ഈ വാർപ്പിൻ്റെ മേലൂടെ ഒരു വാർപ്പിൻ്റെ പായലായി കണ്ട. നല്ല അടലായിട്ട് വരുന്നുണ്ട് വെള്ളം വറ്റി ആയതുകൊണ്ട്. കണ്ടില്ലേ ഇതിങ്ങനെ ഇതിങ്ങനെ അടിച്ച് തുടച്ച് കൂട്ടിയിട്ട് നമുക്കിതിങ്ങനെ വാരിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നടാൻ പറ്റും. നല്ല ഇത് നട്ട് കഴിഞ്ഞാൽ നല്ല ഉഷാറുണ്ടാവും. നല്ലൊരു വളം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ നിങ്ങളുടെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പച്ചക്കറി നട്ടു നോക്കാം. പച്ചക്കറിയോ കപ്പയോ ചേമ്പോ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇതിൽ നട്ടു നോക്കാം. ഇതിവിടെ കുറേ ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് വാരി കൊണ്ടുപോയിട്ട് നമുക്ക് നട്ടു നോക്കാമല്ലോ. ഇത് കണ്ടില്ലേ കണ്ടാ ഇത് കണ്ടല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ടാവില്ലേ. ഇതെല്ലാം വാരിയിട്ട് നമുക്ക് ഒന്നും കളയണ്ട. എല്ലാ സാധനവും ഇതേപോലെ കളയാതെ ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. ഇത് നല്ലൊരു വളമാണ്. ഇത് നടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിനാണ് ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടിയിട്ട് വരുന്നത്. ഇതിനിപ്പോൾ അടിച്ചു കൂട്ടുക. അടിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ അടിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നല്ല അച്ഛല് വളമാണ്. ഇത് ഈ വാർപ്പിൻ്റെ മേലുള്ള ഈ ഒരു പായലാണത്. അത് പായൽ മഴക്കാലം മഴ പെയ്ത് നിൽക്കുമ്പോൾ ഇതിങ്ങനെ പായൽ കിട്ടും. ആ പായൽ നമുക്ക് കൃഷിക്ക് നല്ലൊരു വളമാണ്. ആ കൃഷി ചെയ്യാൻ ബെസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ട് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ചാക്കിൽ വാരി നിറച്ചിട്ട് ഇതുപോലെ നമ്മൾ ചാക്കിലേക്ക് വാരി നിറച്ചിട്ട് താലിയൊക്കെ എടുത്തിട്ട് നട്ടാൻ പറ്റും. ഞാനിപ്പം മുമ്പെല്ലാം ഇതിൻ്റെ മേലെ നടലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നടലില്ല. ഇത് പോയാൽ വിഷമല്ലേ. അതിൻ്റെ പച്ചക്കറിൻ്റെ വളവും എല്ലാം ആകുമ്പോൾ വാർപ്പിന് മോശമാണ്. ഇല്ലേ പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം. അതൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഇതാണ് അതിൻ്റെതായ വളങ്ങൾ. ഞാൻ കാണിച്ചു തരാം. രണ്ട് കൈയൊന്ന് വാരിയിട്ട് കാണിക്കാം. ഇത് അതിൻ്റെ പായലാണ്. ഇത് കണ്ടോ വാർപ്പിൻ്റെ മേലുകൾ ഉണ്ടാകുന്ന പായലാണ്. ഇത് കണ്ട ഇതാണ് അതിൻ്റെ പായല കറുത്ത. ഇത് നല്ല ഒരു അടിപൊളി ഇതാണ്. പച്ചക്കറി നടാൻ ബെസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പം വാരാൻ വേണ്ടി വന്നിട്ടുള്ളത്. മഴ പെയ്താൽ ശരിയാവും. മഴ നിന്ന് കിട്ടിയാൽ മാത്രമേ ഇത് നമുക്ക് വാരാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇതുവരെ വാരാൻ. അത് നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ആക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഇത് കണ്ടില്ലേ. ഇത് കണ്ട ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതാണ്. കണ്ട ഇത് കണ്ടില്ലേ ഇതാണ്. ഇതിങ്ങനെ ഇതൊരു പായൽ പോലെയാണ്. കണ്ട ഇതേപോലെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരും. കണ്ട ഇതുപോലെ വരും. കണ്ടില്ലേ ഇതുപോലെ വരും. ഇതാണ് പായൽ. കണ്ട ഇതിൻ്റെ അടി കണ്ട ഇതാണ് പായൽ. കണ്ടില്ലേ ഇതാണ് നമ്മളിപ്പം ഇതിനകത്ത് എടുത്തിട്ടിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് നടാൻ പോകുന്ന സാധനം. കണ്ടില്ലേ ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇതാണ് നടുന്നെന്നുള്ളത്. ഇത് നട്ടിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ തൽക്കാലം ഞാനിത് വാരിയിട്ട് നടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നട്ടിട്ടാകുമ്പോൾ അതിൻ്റെ ആ കൃഷി രീതികളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇതേപോലെ എല്ലാം വെളിച്ചെങ്കിൽ കിട്ടും. തേച്ച് നമ്മളിപ്പോൾ മുന്നും ഇതിനകത്ത് തേച്ച് ഇങ്ങനെ തന്നെ അടിയെ പരന്നെങ്കിൽ വലിച്ചാൽ മതി. പടലം പോലെ വരുന്നതാണ് അവിടെ. എന്താ ഇതേപോലെ കണ്ടില്ലേ ഇതേപോലെ വാരി എടുക്കാൻ കിട്ടും. ഇതാണ് കണ്ടില്ലേ
ഇത് ഞാൻ നിങ്ങൾക്ക് നടുന്നതും കൂടി ഇനി കാണിച്ചു തരാം കേട്ടോ. ഇനി പൊടി ഉണ്ടല്ലോ, ആ പൊടീനെ കൊണ്ട് നമുക്കൊരു 2 പച്ചക്കറി നടാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാനാണ് വന്നിന്. ആ പൊടി ഞാൻ വാരിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് 2 ഒരു മത്തം നടാമല്ലോ 2 പാത്രത്തിൽ. അതിന് വേണ്ടിയിട്ടാണ് 2 ബാഗിൽ മത്തം നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കണ്ട. ഇതാണ് വാർപ്പിൻ്റെ മേലെ നിന്ന് കൊണ്ടുവന്ന പായൽപ്പൊടി. കണ്ട ഇതാണ് പായൽപ്പൊടി. കണ്ടില്ലേ, ഇതാണ് പായൽപ്പൊടി. ഇതിപ്പോൾ ഇത് കുമ്പള മത്തനാണ് നടുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അടിയിൽ 2 ചേരിക്കുച്ചി വെക്കുക. ചേരിക്കുച്ചി എന്തിനാണ് വെക്കുന്നതെന്ന് അറിയാം. ഇത് വെള്ളം കെട്ടി നിൽക്കുമോ എന്തെങ്കിലും ചെയ്ത് പോകണ്ട. വളവും ഇതെല്ലാം ചകിരിച്ചോറും മണ്ണല്ല ഇതല്ലേ, ഇവിടെ ഉറച്ച് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. വളമെല്ലാം ചേർക്കുമ്പോൾ അതിൻ്റെ കണ്ണടഞ്ഞു പോയാൽ വിഷമമല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ശരിക്കും ഒരു ഇളക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. ഇത് വെച്ചു, ഇതിൻ്റെ മേലെ വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ബാർപ്പിൻ്റെ ഈ പൊടിയാണ് കണ്ട ഇതാണ് വാരിയുണ്ട്. ഇത് ഇതിൽ നട്ടിട്ട് നമുക്ക് എന്താ നോക്കിയാൽ നല്ല അടിപൊളി പച്ചക്കറി ആയിരിക്കും നട്ടാൽ. പക്ഷേ ഈ വർഷത്തിൽ മഴക്കാലത്ത് ചപ്പും അടിഞ്ഞ് അതിൻ്റെ പായലുണ്ട്, ഒരു പച്ച പായലുണ്ടാവും. ആ പായൽ ഉണങ്ങിയിട്ട് വരുന്ന ഇതായത്. അതുകൊണ്ട് അത് നല്ല ഇത് സീമക്കൊന്നേൻ്റെ തോരാണ്, ഉണങ്ങി പച്ചത്തോല് കൊത്തിയിടിച്ച് ഉണങ്ങിയതാണ്. ഇതും നല്ലൊരു വളമാണ്. ഇതില്ലാതെ തന്നെ ഞാൻ ഒന്നും നടാറില്ല. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം അല്ലേ. ഇനിയിപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇത് വാരിയിട്ടെ. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ, ഇതേ വെള്ളൂ. ഇത് ഇവിടെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു അടിപൊളി വളമായിരിക്കും. കുറച്ച് കഴിഞ്ഞവർ നമുക്കിപ്പം കുറേശ്ശെ മേലെ ഇനി ലൂസാക്കിയിട്ട് കുറച്ച് അങ്ങനെയുള്ള വളങ്ങൾ കൊടുത്താൽ മതി. എന്നാൽ നല്ല അടിപൊളിയായിട്ട് ഇത് നല്ല പച്ചക്കറിയായിട്ട് കിട്ടും. ഞാനിപ്പോൾ നട്ടിടത്തോളം എൻ്റെ പച്ചക്കറിക്കൊന്നും ഒരു കുഴപ്പമില്ല. കായ് ഫലം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനിവിടെ ഇതൊന്ന് നട്ടിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് അതിൻ്റെ അകത്ത് നട്ടാൽ നിങ്ങളെല്ലാവരും ആ പാപ്പിൻ്റെ മേലുള്ള പായൽ അടിച്ചു വാരി ചാടണ്ട, കത്തിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് നിങ്ങൾ സുഖമായിട്ട് നടുക. പച്ചക്കറി നട്ടാൽ നിങ്ങൾക്ക് നല്ല അത്രയും ലാഭം. ഒന്നും പൈസ മുതലില്ലാത്ത സാധനമല്ലേ അത് നല്ലതാണ്. ഞാനിപ്പോൾ ഈ ഒന്ന് നട്ടു. ഇതിപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഒന്നിനും കൂടി നടാനുണ്ട്. ഞാൻ നട്ടിട്ട് നിങ്ങൾ കാണിക്കാം കേട്ടോ. അതിൽ 2 ഞാൻ മത്തം നട്ട് വെച്ചിട്ട് ഇതാ കണ്ടില്ലേ, ഇതാ ആ പായലിൻ്റെ അകത്ത് മേലെ ബാർപ്പിൻ്റെ മേലുള്ള പായലും പൊടീൻ്റെ അകത്താണ് ഞാനിപ്പം ഇവിടെ നട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്കും ചെയ്തു നോക്കാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരണം. അത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക, കൈപ്പടിക്കുക, ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം.